കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരീതിൽ പാർക്കുന്നാൾ അവനൻ ബലം. അവനെന്റെ സങ്കേതം, വിശ്രാമ നാൾ തോറും അവനെന്റെ സർവ്വവുമേ. അവനെന്റെ സങ്കേതം, വിശ്രാമ നാൾ തോറും അവനെന്റെ സർവ്വവുമേ. പല നാൾ കരുതി ഞാൻ ഏകനെന്ന് അന്നാളിലവൻ എന്നോടു ചൊല്ലി. പല നാൾ കരുതി ഞാൻ ഏകയെന്ന് അന്നാളിലവൻ എന്നോടു ചൊല്ലി. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവൻ എന്നോടു ചൊല്ലി. ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവൻ എന്നോടു ചൊല്ലി. ശക്തനാക്കുന്നവൻ, ബലം പകരുന്നവൻ നിന്നോട് കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ, ബലം പകരുന്നവൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്നാൾ അവനൻ ബലം. അവനെന്റെ സങ്കേതം, വിശ്രാമ നാൾ തോറും അവനെന്റെ സർവ്വവുമേ. അവനെന്റെ സങ്കേതം, വിശ്രാമ നാൾ തോറും അവനെന്റെ സർവ്വവുമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് കൊടുങ്കാറ്റ് മാറുമ്പോൾ സൂര്യൻ വെളിപ്പെടും എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലൊരു മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്തുകൊണ്ടാണ് നല്ല മനുഷ്യർക്ക് ചിലപ്പോൾ ദുരിതപൂർണമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്? അപ്പോൾ ദൈവം പറഞ്ഞു, ശക്തിയുള്ള വൻ മരങ്ങൾ പോലും കൊടുങ്കാറ്റിനെ ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരും. എല്ലാ പ്രതിസന്ധികളുടെയും പിന്നിൽ ചില വിഷയങ്ങളുണ്ടാകും. അത് പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നവരെ ശക്തരാക്കുന്നതിന് വേണ്ടി ആണ്. വീണ്ടും മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നത് എന്തിനാണ്? ദൈവം മറുപടി നൽകിയത്, നീ രാത്രികാലങ്ങളിൽ സൂര്യനെ നോക്കിയാൽ കാണാത്തതിനാൽ സൂര്യൻ അവിടെ ഇല്ല എന്നല്ല എന്നർത്ഥം. അതുപോലെ നീ ഒറ്റപ്പെട്ടവനാണ് എന്ന് നിനക്ക് തോന്നിയാലും അങ്ങനെയല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിൻ്റെ ഏകാന്തതയുടെ അവസരത്തിലും ഞാൻ നിന്നോട് കൂടെയുണ്ട്. പക്ഷേ നിനക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. വീണ്ടും ആ മനുഷ്യൻ ദൈവത്തോട് വളരെ ഹൃദയവേദനയോട് ചോദിച്ചു, ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യത്യാസം സംഭവിക്കുമോ ദൈവമേ? ദൈവം പറഞ്ഞ്, അതെ, എല്ലാവരിനും ഒരു വ്യത്യാസമുണ്ട്. വ്യത്യാസം ഞാൻ ചെയ്യും. പക്ഷേ അത് നിൻ്റെ സമയത്തല്ല, എൻ്റെ സമയത്തായിരിക്കും. കൊടുങ്കാറ്റ് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുകയില്ല. അത് മാറുമ്പോൾ സൂര്യൻ പ്രകാശം നൽകിത്തരും. അപ്പോൾ മനുഷ്യൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഞാൻ ബലഹീനനാകുന്നത് എന്താണ്? ദൈവം പറഞ്ഞു, ഞാനാണ് നിന്നെ ശക്തീകരിക്കുന്നത്. എൻ്റെ ശക്തി നിൻ്റെ ബലഹീനത തികഞ്ഞു വരുന്നു. കണ്ണീർ കണങ്ങൾ വീഴുന്നതിനൊരു ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നീ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുവോ? അത് ഞാൻ പരാജയപ്പെട്ടപ്പോൾ, ഞാൻ നിരാശനായപ്പോൾ ഒക്കെയും ദൈവം എന്നെ സ്നേഹിച്ചിരുന്നുവോ? ദൈവം പറഞ്ഞു, എൻ്റെ സ്നേഹത്തിന് മാറ്റമില്ല. ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. എൻ്റെ സ്നേഹത്തിന് ഒരിക്കലും മാറ്റം വരികയില്ല. ഉടനെ ദൈവത്തോട് ചോദിച്ചു, ഇപ്പോഴും അവിടുന്ന് എന്നോട് കൂടെയുണ്ടോ? ദൈവം പറഞ്ഞു, അതെ, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. എൻ്റെ സാന്നിധ്യം എപ്പോഴും നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഓർക്കുക, ദൈവം എപ്പോഴും നമ്മെ കേട്ടുകൊണ്ടിരിക്കും. കേൾക്കാതെ ഇരിപ്പാൻ കഴിയാത്തക്കവണ്ണം ദൈവത്തിൻ്റെ ചെവി അടഞ്ഞു പോയിട്ടില്ല. പ്രിയ ശ്രോതാക്കളെ, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള കൊടുങ്കാറ്റുകൾ വിവിധ രൂപത്തിൽ നിങ്ങളെ ആഞ്ഞടിച്ചെന്ന് വരാം. പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് അകന്നു പോയിരിക്കാം. കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതം നശിപ്പിച്ചാൽ മതി എന്നുള്ള ചിന്തകൾ മനസ്സിൽ ഓടി വന്നു എന്നിരിക്കാം. രോഗത്തിൻ്റെ തീവ്രതയിൽ മനസ്സ് തളർന്നെന്നിരിക്കാം. പ്രിയപ്പെട്ടവർ, മക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരിൽ നിന്നും തിക്ത അനുഭവങ്ങൾ ഒരു കൊടുങ്കാറ്റ് പോലെ നിങ്ങളെ ആഞ്ഞു വീശിയെന്നിരിക്കാം. അപ്പോഴൊക്കെ ദൈവം കൂടെ ഉണ്ടായിരുന്നതിനാൽ നമ്മുടെ തായ്വേര് ഇളകാത്ത ദൈവം നമ്മെ താങ്ങി നിർത്തിയത് ദൈവത്തിൻ്റെ കരവും വാഗ്ദത്തങ്ങളുമാണ്. പക്ഷേ പേടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒരു മരത്തെ അതിൻ്റെ കൊമ്പുകളെ കാറ്റിനാൽ ആടി ഉലയുമ്പോൾ ഓർത്തുകൊള്ളുക, നിൻ്റെ ബലഹീനത അവസ്ഥയിൽ നിന്നെ ശക്തീകരിക്കുന്നതാണ്. നിന്നെ
ഇളകാതെ ആഴത്തിലേക്ക് പോകുന്ന വേരുകളെ 4 ദിക്കിലേക്കും ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് ചെയ്യുക. ഇതുപോലെയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്നത്. പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ജീവിതത്തിൽ സംഭവിക്കുകയും ഓർത്തുകൊള്ളണം, ദൈവം നമ്മെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ആണ് ചെയ്യുന്നത്. ദൈവത്തിൽ ആശ്രമിക്കുന്നവരെ ഉറച്ച സിയോൻ പർവ്വതം പോലെ കുലുങ്ങാതെ നിൽക്കും. സംശയിക്കേണ്ട, നീ നിന്നതല്ല, ദൈവം നിന്നെ കരം പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. നിന്റെ ബലഹീനതയിൽ തളർന്നു പോകാതെ ബലത്തോടെ നിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ ദൈവമായ കർത്താവ് ഇത് കേൾക്കുന്ന എവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമായ കർത്താവ് ഈ ചെറിയ ചിന്തയെ നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.